ഹായ്, ഹലോ, ഹൗ ആർ യു? എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാട്സപ്പ് മെസ്സേജ്, അതിനുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമാണ് പറഞ്ഞത്. അതൊരു പക്ഷേ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി സാധിക്കുമായിരിക്കും. എൻ്റെ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് നമ്പർ. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം, അതിനുള്ള അവസരമുണ്ട്. ഞാൻ സാധിക്കുന്ന പോലെ റിപ്ലൈ ചെയ്യാം. കോൾ ചെയ്യരുത്, മെസ്സേജ് ആയിരിക്കും ആ നമ്പറിൽ നല്ലത്. ഓക്കെ, അപ്പോൾ മെസ്സേജ് ഞാൻ വായിക്കാം കേട്ടോ. സാർ, ഞാൻ എല്ലാവർക്കും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നെക്കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്തു കൊടുക്കും. എൻ്റെ സ്വന്തം കാര്യം പോലും മറന്ന് ആത്മാർത്ഥമായി അവരുടെ കൂടെ നിൽക്കും. പക്ഷേ അവസാനം എനിക്ക് തിരിച്ചൊരു നന്ദിയും കിട്ടാറില്ല. മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിച്ച് എൻ്റെ കാര്യങ്ങൾ പലതും നടക്കാറുമില്ല. മറ്റുള്ളവർ അവരുടെ ആവശ്യങ്ങൾക്ക് എന്നെ ഉപയോഗിച്ചൊരു ഫീലിംഗാണ്. ഞാൻ കുറച്ച് ഡെസ്പാണ്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാമോ? പറ്റുന്നില്ലേ? നമ്മുടെ പല ആൾക്കാരുടെ ജീവിതവുമായി നമ്മുടെ അനുദിന ജീവിതമായി ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്താ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ, അവരെ തൃപ്തിപ്പെടുത്താനായി ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, ഒരു ദിവസം അതിനു വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം മാറ്റിവെക്കുന്ന ഒരാൾ. രണ്ടാമത്, അങ്ങനെ ഓടി നടന്ന് സമയം പോയി മറ്റുള്ളവരും അവസാനം നന്ദിയുമില്ല, നമ്മുടെ പല കാര്യങ്ങളും നടക്കുന്നില്ല, അവസാനം ഡെസ്പായി പോകുന്ന നമ്മുടെ സ്വന്തം മനസ്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് വളരെ കോമണായി പലരും പറയുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ. ഇതൊരു വലിയ മാനസിക പ്രശ്നമോ മാനസിക രോഗമൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. കുറച്ചും കൂടെ നമുക്ക് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യമാണ്. രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കണ്ടേ. ഇമോഷണലി സാറ്റിസ്ഫൈയിങ് അതേഴ്സ് എന്ന ഒരു ഇഷ്യൂ ആണിത്. ഓക്കെ, പീപ്പിൾ പ്ലീസിങ് സിൻഡ്രോം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് ഈ വല്ലാതെ ആങ്സൈറ്റിയൊക്കെ ഉള്ള ആൾക്കാർക്ക്, കുറച്ച് ആങ്സൈറ്റിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. മറ്റുള്ളവരോട് നോ പറയാം. അവരെന്തെങ്കിലും ഒരു ആവശ്യം പറയാം, എനിക്ക് ഇന്നൊരു കാര്യമുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, ഇന്ന വിഷയമുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, ഇങ്ങനെ നമ്മുടെ ഹെൽപ്പ് ചോദിച്ചു വരുമ്പോൾ നമുക്ക് ആ സമയത്ത് വാസ്തവത്തിൽ നമുക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ടി ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ അത് പലതും മാറ്റിവെച്ച് അവരോട് നോ പറയാൻ പറ്റാത്തതുകൊണ്ട് അതെടുത്ത് ശരി അവർക്ക് സന്തോഷമാവട്ടെ എന്നോർത്തുകൊണ്ട് അതൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. രണ്ടാമത്, ഓവറായിട്ട് സോറി പറയുന്ന ടെൻഡൻസിനകത്ത് വരും. അതായത് നമ്മൾ ചെയ്യാത്ത തെറ്റിന് പോലും അവർ ചിലപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്താണ്. പക്ഷേ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സോറി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം. പക്ഷേ നമുക്കറിയായിരിക്കും അങ്ങനെയല്ല, സത്യത്തിൽ എൻ്റെ ഭാഗത്ത് ഒരു പ്രശ്നവുമില്ല, ഇയാൾ പറയുന്നതാണ്, ഇയാൾ ചെയ്തതാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് മനസ്സിലായിട്ടില്ല പ്രശ്നം. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ടാകും. പക്ഷേ അതിനൊക്കെ നമുക്ക് അനാവശ്യമായിട്ട് നമ്മൾ സോറി പറയുക. അതുപോലെ ചില ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ പറയില്ല. നമുക്കറിയാം ഇവൻ പറയുന്നതിനകത്ത് എഗ്രി ചെയ്യാൻ പറ്റുന്നതല്ല, അവൻ്റെ ആശയം അത്ര ശരിയല്ല, അയാൾ പറയുന്നത് എനിക്ക് അത്ര സ്യൂട്ടല്ല എന്നൊക്കെ തോന്നും. പക്ഷേ എന്നാലും ഡിസഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് എന്താണ്, അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് റഡാർ വെച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് വലിയ പ്രശ്നം. എന്താണ്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് അല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. സന്തോഷിപ്പിക്കുന്നത് നല്ല രീതിയിലല്ല എന്നതാണ്. എന്തുകൊണ്ട് നല്ല രീതിയിലല്ല? ഒന്ന്, അത് ഹോണസ്റ്റ് അല്ല. അവർ ചിലപ്പം പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും ചില ആൾക്കാരില്ലേ, അവരിങ്ങനെ മറ്റുള്ളവരെ ഉപയോഗിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ പറഞ്ഞതുപോലെ നന്ദിയൊന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ ഉപയോഗിക്കുക, മറ്റുള്ളവരുടെ സമയത്തിനൊന്നും വില കൊടുക്കാതെ സ്വന്തം ആവശ്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് സാധിച്ചെടുക്കുന്ന, സ്വന്തം സന്തോഷങ്ങൾ മറ്റുള്ളവരോട് സാധിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. അത് വേറൊരു തരത്തിലുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ പിടിയിൽ പോയി പോകും ഇവർ. അവസാനം നോ പറയാൻ പറ്റാതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പേഴ്സണലി സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ ഈ ഒരു സ്ട്രഗിളിൽ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത്. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് അത് ഹോണസ്റ്റ് അല്ല. രണ്ടാമതായിട്ട് നമ്മുടെ സമയം നമുക്ക് വേണ്ടി നമ്മൾക്ക് കരുതി വയ്ക്കേണ്ട, നമ്മളെടുക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ജോലികൾ, നമ്മുടെ ഷെഡ്യൂൾസ് ഉണ്ടാവും അല്ലേ, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നമ്മുടെ പല കാര്യങ്ങളെയും, ആവശ്യമുള്ള കാര്യങ്ങളെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ വ്യക്തിത്വം പോലും നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഓടുന്നത്. ഇതാണ് എൻ്റെ അടുത്ത പ്രശ്നം. ഓക്കെ, അപ്പം ഇത് അവസാനം എന്ത് സംഭവിക്കും? നമ്മൾ ഡെസ്പാവും.
എങ്ങനെ ഡെസ്പ് ആവാതിരിക്കും? കാരണം അവർക്കറിയില്ല മറ്റുള്ളവരെങ്ങനെയെങ്കിലും ഇങ്ങനെ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഓടിക്കാൻ അവർ ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടാവും. അവർ നമ്മുടെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കുന്നുണ്ടാവില്ല. നമ്മുടെ വ്യക്തിത്വമോ നമ്മുടെ അംബീഷനോ നമ്മുടെ ഗോളൊന്നും അവർക്ക് വിഷയമേ ആയിരിക്കില്ല. അപ്പോൾ അവരുടെയൊക്കെ ഒരു കെണിയിൽ പോയിപ്പെട്ട് അവസാനം ഇങ്ങനെ നമ്മുടെ ജീവിതം ഓരോ ദിവസവും എങ്ങോട്ടും അറിയില്ലാതെ അങ്ങ് പോവും. ഓക്കെ, ആരാണോ ആ സഹായം അല്ലെങ്കിൽ ഒരു കാര്യം ആവശ്യപ്പെടുന്നത് അതിൻ്റെ പുറകെ പോവുക, അവരെ സന്തോഷിപ്പിക്കുക. പ്രത്യേകിച്ച് പല റിലേഷൻഷിപ്പിലും ടോക്സിക് ആവുന്ന എപ്പോഴാണ്? ഒരു പാർട്ട്ണർ മറ്റേ പാർട്ട്ണറെ അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് തോന്നുമ്പോഴല്ലേ. ഇങ്ങനെ ടോക്സിക് ആയ റിലേഷൻഷിപ്പിലും അത് സഹിച്ച് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇമോഷണലി സാറ്റിസ്ഫൈ ചെയ്യുന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് കരുതുന്ന ആൾക്കാർ. തെറ്റായ ഒരു ധാരണയാണത്. മറ്റുള്ളവരുടെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല, അവരുടെ സന്തോഷം നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരാണ് ഓടേണ്ടത്. അവർക്ക് പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മളൊരു കൈ സഹായം കൊടുക്കേണ്ടത്. അത് നമ്മൾ നോക്കണം. അവരെ കൊണ്ട് പറ്റുമായിരുന്നിട്ടും അവരെ നമ്മളെ കൊണ്ട് ഓടിക്കുന്നതാണോ ഉപയോഗിക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കണം. ചില ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയാലും നമുക്ക് പ്രശ്നം, ഇങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളവർക്ക് ഈ ഡിസഗ്രിമെൻറ്റ് ഭയങ്കര പേടിയാണ്, മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഈ പേടിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം. ഇത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് ആങ്സൈറ്റി, വളരെ ആങ്ഷ്യസ് ആയ ചില ആൾക്കാർ, ചിലപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ തന്നെ കുറച്ച് ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്വഭാവം പെട്ടെന്ന് നമ്മൾ കയറിക്കൂടാൻ സാധ്യതയുണ്ട്. നോ പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ. പിന്നെ മൈൻഡ് കുറച്ച് ഡിപ്രസ്ഡ് ആണെങ്കിൽ നമുക്കിങ്ങനെ സാധ്യതയുണ്ട്. അതുപോലെ പേഴ്സണാലിറ്റിയിൽ നമുക്ക് ചില ഡിപ്പെൻഡൻസിയുടേതായ ചില രീതികളൊക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്കിതിനെ അതിജീവിക്കണം. എങ്ങനെയാണ് നമുക്ക് അതിജീവിക്കേണ്ടത്? 2-3 കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഒന്ന്, ഇതിനെ അതിജീവിക്കുമ്പം നമുക്ക് വേണ്ടി ഗോൾ സെറ്റ് ചെയ്യണം. നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഓക്കെ, ആ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. നമ്മളെ കെയർ ചെയ്യുക, നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കുക, അതിനുവേണ്ടി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മേലെ ആയിരിക്കണം അത്. ഓക്കെ, അതിനുവേണ്ടി എഗെയിൻസ്റ്റായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നോ പറയാനും നമ്മൾ ശീലിക്കണം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ശീലിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിനെ അതിജീവിക്കാൻ പറ്റും. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം സാറ്റിസ്ഫൈയിങ് അതേഴ്സ് എന്നത് നമ്മൾക്ക് സാവധാനം ഇതുപോലെ നോ പറഞ്ഞും നമുക്ക് പ്രയോറിറ്റി കൊടുത്തും കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തും ഒക്കെ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കാവുന്ന, അല്ലെങ്കിൽ ഈ ഒരു ടെൻഡൻസിനെ അതിജീവിക്കാനുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് ഒരു പക്ഷേ നമുക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ ഒരു സൈക്കോളജിനെ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണ്. കാരണം ചിലപ്പോൾ ഇത് ചില സൈക്കോളജിക്കൽ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടും ഇത്തരം ടെൻഡൻസികൾ വരാം. ഓക്കെ, പക്ഷെ അത് എല്ലാം അങ്ങനെയല്ല. ഇത് പൊതുവേ പല ആൾക്കാരിലും ഉള്ള ഒരു കോമൺ ആയ ഒരു വിഷയമാണ്. പക്ഷേ ഒട്ടും ഇതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല, നോ പറയാൻ പറ്റുന്നില്ല, ഡിസഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. മറ്റുള്ളവർ പൊട്ടത്തരം പറഞ്ഞാലും അതിനെ എഗ്രി ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെ ഒട്ടും നമ്മുടെ ഒരു പേഴ്സണാലിറ്റിക്ക് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണ്. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ചില നല്ല ടെക്നിക്ക് പറഞ്ഞു തരും, അപ്രോച്ചസ് പറഞ്ഞു തരും. നമ്മുടെ ചിന്താ രീതിയിൽ മാറ്റം വരുത്താൻ അവരെ സഹായിക്കും. വളരെ നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.